നെതർലാൻഡ്സ് രാജാവിന്റെ ബർത്ത്ഡേയുടെ അന്ന് നമ്മൾ കുറച്ച് പഴംപൊരിയും പിന്നെ ഒണിയൻ പക്കാവടയും ചായയും പിന്നെ കുറച്ച് ലെമൺ കേക്കും ബ്രൗണീസും കാര്യങ്ങളും ഒക്കെ വിൽക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ആൾക്കാർ ഓൾറെഡി വന്ന് വാങ്ങിച്ചു കൊണ്ടുപോയി. നമ്മുടെ ഏകദേശം പകുതിയായി. അപ്പോഴാണ് ഞാൻ ഇൻട്രോ എടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ വിശേഷങ്ങൾ ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞു വരാം. കസ്റ്റമേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചില്ല ഇത്രമാത്രം ആൾക്കാർ വരും എന്നുള്ളത്. നെതർലാൻഡ്സുകാരുടെ ദേശീയ ഉത്സവമാണ് ഈ കിങ്സ് ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം നെതർലാൻഡ്സ് ഫുള്ളും ഓറഞ്ച് കളറിൽ കുളിച്ച് നിൽക്കായിരിക്കും കേട്ടോ. ഇതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഡച്ചുകാർക്ക് സ്പെയിനിൽ നിന്ന് സ്വാതന്ത്ര്യം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആളുടെ പേര് വില്യം ഓഫ് ഓറഞ്ച് എന്നാണ്. ആ പേരിലുള്ള ഓറഞ്ച് ആണ് ഡച്ചുകാര് ഏറ്റെടുക്കാനായിട്ട് തുടങ്ങിയത്. ഇത്രമാത്രം രാജാവിനോട് സ്നേഹമുള്ള ഒരു ജനതയെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എന്തായാലും നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് നമ്മുടെ ചായയും കടിയും ഉണ്ടാക്കി ആംസ്റ്റർഡാം സെന്ററിലേക്കാണ് പോയോണ്ടിരിക്കുന്നത്. നമുക്ക് ഇന്നത്തെ ദിവസം അവിടെ എത്തിപ്പെടാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ കാർ സെന്ററിലേക്ക് കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ട്. ഒപ്പം തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടും വളരെയധികം കുറവായിരിക്കും. സോ ഒരു വിധത്തില് നമ്മൾ അവിടെ എത്തി നമ്മുടെ സ്റ്റോൾ സെറ്റ് ചെയ്തേ. ഞാൻ പാരീസിലാണ്. ഞാനപ്പോ ഇതായിട്ട് വന്നു. പാരീസിലാണ് പ്രമാണിച്ച് പോകുന്നതാണ്. ഈ പയ്യൻ വന്നിട്ട് നാട്ടിൽ എവിടെയാന്ന് ചോദിച്ചപ്പോ ശരിക്കും ഞെട്ടിപ്പോയിട്ടോ. അവനെ കണ്ടപ്പോ നിങ്ങൾക്ക് തോന്നിയ ഒരു മലയാളിയായിട്ട് നമ്മൾ വിചാരിച്ച ഒരു ഫോറിനർ ആണ് എന്നുള്ളതാണ് കേട്ടോ. പക്ഷെ ആള് മലയാളിയാണ്. ഫ്രാൻസിലായിരുന്നു. കിങ്സ് ഡേ ആഘോഷിക്കാൻ വേണ്ടി നെതർലാൻഡ്സ് വന്നതാ. ഞാൻ ഇവരിൽ കണ്ട നല്ലൊരു കാര്യം പറയട്ടെ. അവരവിടെ വെച്ച് തന്നെ ആ ഫുഡ് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് നമ്മളോട് പറഞ്ഞിട്ടാണ് കേട്ടോ അവർ പോകുന്നുണ്ടായിരുന്നേ. സോ നമുക്ക് അവരത് കഴിക്കുമ്പോൾ ഉള്ളിൽ കുറച്ച് ടെൻഷൻ ഉണ്ടാവും എന്നുണ്ടെങ്കിലും അവർ നല്ല രീതിയിൽ നമുക്ക് അതിൻ്റെ ഒരു റെസ്പോൺസ് തന്ന് നമ്മൾ മോട്ടിവേറ്റ് ചെയ്തിട്ടാണ് പോവുക. ഇപ്പോൾ അവർ പറയുന്നില്ലെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അടുത്ത വട്ടം വന്നോളോ, ഇവിടെ തന്നെ നിന്നോളോ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നവരുണ്ട്. അതേപോലെ തന്നെ അവർ എന്താണ് കുറവുള്ളതെന്നും പറയും. അപ്പോൾ ഒരു പുള്ളിക്കാരൻ വന്നിട്ട് നമ്മളോട് പറഞ്ഞു എരിവ് കുറച്ച് കൂടുതലുണ്ട് ഉള്ളിവടയിൽ. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ കുറച്ച് എരിവുള്ളതും കുറച്ച് എരിവില്ലാത്തതും ഉണ്ടാക്കണം എന്നുള്ളത്. സോ അത് നല്ലൊരു ഐഡിയ ആണ് ആൾ തന്നത്. കാരണം നിങ്ങൾക്കറിയാം വെള്ളക്കാർക്ക് നമ്മളത്ര എരിവ് കഴിക്കാനായിട്ട് പറ്റത്തില്ല. സോ ഞാൻ മാക്സിമം എരിവ് കുറച്ചാണ് ഇട്ടത് എന്നുണ്ടെങ്കിലും ചിലർക്ക് അത്ര പോലും എരിവ് പറ്റണം എന്നില്ലല്ലോ. നല്ലൊരു ഫീഡ്ബാക്ക് ആണ് ആൾ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. ഇനി ആൾക്കാർ വന്നും പോയി വാങ്ങിച്ചുകൊണ്ടിരുന്നത് കണ്ടപ്പോൾ നമ്മുടെ നെയ്ബർ ആയിട്ടുണ്ടായിരുന്ന സ്റ്റോൾ ഇട്ട ചേട്ടൻ പറഞ്ഞു എനിക്കെല്ലാം കാണിച്ചു തരുമോ നിങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് എന്ന് പറഞ്ഞു. സോ നമ്മൾ ആൾക്കെല്ലാം ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുത്തിട്ട് ആൾ പറഞ്ഞു എനിക്ക് ഒണിയൻ വട മതി, കാരണം ഞാൻ അത് കഴിച്ചിട്ടില്ല എന്നുള്ളത്. സോ നമ്മൾ ആൾക്ക് ഒരെണ്ണം കൊടുത്തു വിട്ടു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാർ ഇങ്ങനെ തുരുതുരാ വരായിരുന്നു. നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ കേരള ഫുഡിന് അല്ലെങ്കിൽ ഇന്ത്യൻ ഫുഡിന് ഇത്രമാത്രം ഡിമാൻഡ് ഈ ഡച്ചുകാരുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളത്. ഞാൻ റീൽസ് ഇട്ടപ്പോൾ കുറേ പേര് കമന്റ് ചെയ്യുന്നത് ഞാൻ കണ്ടു. എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാനായിട്ട് പറ്റിയില്ല. ഞാൻ കൊള്ള ലാഭം എടുത്തു, 200 രൂപയൊക്കെ ആണോ ഒരു പഴംപൊരിക്ക് വാങ്ങുന്നത് എന്നുള്ള പല ചോദ്യങ്ങളും ഞാൻ നേരിട്ടിട്ടുണ്ടായിരുന്നു. സോ അതിനുള്ള എക്സ്പ്ലനേഷൻ ഞാൻ ഇവിടെ പറയാം എന്ന് വിചാരിക്കുന്നു. കാരണം ഇവിടെ 1 കിലോ പഴം വാങ്ങണം, നേന്ത്രപ്പഴം വാങ്ങണം എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 400 മുതൽ 500 രൂപ വരെ നമ്മൾ കൊടുക്കണം 1 കിലോ പഴത്തിന്. അതേപോലെ ഇതിലേക്കുള്ള മൈദ, എണ്ണ, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ, ഇതൊന്നും നമ്മുടെ നാട്ടിലെ പോലെ അല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇവിടെ നിങ്ങൾക്കറിയാം കിട്ടുന്നതിനനുസരിച്ച് നമ്മൾക്ക് ചെലവും ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അത് കാരണം കൊണ്ടാണ് നമ്മൾ മിനിമം 2 യൂറോ വെച്ചത്. ഇനി നിങ്ങളിത് റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിലും കൂടുതൽ കാശ് നിങ്ങൾക്ക് പേ ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. എനിക്ക് ലെമൺ കേക്ക് ഞങ്ങൾ നിങ്ങളുടെ ലെമൺ കേക്ക് പിന്നെ പഴം പക്ഷേ ഉള്ളിവട വേണോ പഴംപൊരി വേണോ? ഉള്ളിവട. ഓക്കെ 50 സെന്റ് കുറവുണ്ട്. അഡ്ജസ്റ്റ് ആക്കാം. പൈസ ഉള്ളിവട വേണല്ലേ? എനിക്ക് വലുത് വേണം. ഓക്കെ നമുക്ക് കഴിച്ചു നോക്കിയിട്ടുള്ള
ഉള്ളിവട പക്ഷെ കുറച്ച് നമ്മള് കഴിക്കുന്ന ക്രിസ്പി അല്ല, കാരണം നിങ്ങൾ ഇങ്ങനെയല്ലേ കൊണ്ടുപോകാൻ, അത് മാത്രമേ ഉള്ളൂ. പക്ഷെ ടേസ്റ്റ് ഉണ്ട്. ഞങ്ങളുടെ വീട് ഞങ്ങളെ തിന്ന് തീർക്കുന്നുണ്ട് കേട്ടോ കുറച്ചൊക്കെ. ഓൾമോസ്റ്റ് എൻജോയ്. താങ്ക് യു. അപ്പതേ ഓണിയൻ പക്കോട സോൾഡ് ഔട്ട്. പാടായിരുന്നു, അത് കാരണം കൊണ്ട് നിർത്തിയേ. സാധനം അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പക്ഷെ സാധനം ഉണ്ടാക്കാൻ പാടായ കാരണം കൊണ്ടാണ് നമ്മൾ ഉള്ളിവട ഉണ്ടാക്കൽ നിർത്തിയത്. പക്ഷെ എല്ലാവർക്കും ഉള്ളിവട മാത്രം മതി ഗൈസ്. വന്ന നിമിഷ നേരങ്ങൾക്കുള്ളിലാണ് ഉള്ളിവട കഴിഞ്ഞു പോയത്. പക്ഷെ ഇപ്പൊ അടുത്തത് പഴംപൊരി തിരിച്ച് പോകുന്നുണ്ട്. അടുത്ത വട്ടം തൊട്ട് നമുക്ക് അച്ചപ്പം കൊള്ളപ്പം ഉണ്ണിയപ്പം അതൊന്നും വേണ്ട, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇറക്കാൻ പറ്റുമോ നമുക്ക് നോക്കി നോക്കാം ഗൈസ്. അങ്ങനെ നമ്മുടെ മസാല ടീയും കഴിഞ്ഞിരിക്കുകയാണ്. ഒന്നുമില്ല, ഫുൾ ഡൺ. അപ്പൊ നമ്മളത് കീറാണ് കേട്ടോ. അപ്പോളേ എല്ലാം കഴിഞ്ഞൂട്ടാ. നമ്മള് മെഴുകുതിരികളെല്ലാം ഊതി എല്ലാം കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊരു 6-7 പഴംപൊരിയാണുള്ളത്. നമ്മൾ വിചാരിച്ച പോലെയല്ല, കേരള സ്റ്റഫിന് കുറച്ചും കൂടി എന്തെന്നാ ആൾക്കാരുണ്ട്. കാരണം അത് നമുക്ക് കിട്ടാത്ത സാധനങ്ങളാണ് ഇവിടെ കൂടുതലായിട്ട് ആൾക്കാർ വരുന്നത്, ഞങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അടുത്ത വട്ടം നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങൾ കൂടുതൽ ഇറക്കാം എന്ന് വിചാരിക്കുന്നുണ്ട്. കഴിഞ്ഞു, പഴംപൊരിയും കഴിഞ്ഞു കേട്ടോ. പഴംപൊരി കീറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മള് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഏകദേശം എത്ര രൂപ കിട്ടി എന്നുള്ളത് ഞാൻ പറയാട്ടത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ ചെന്നിട്ട് എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയാം. ഞങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഏകദേശം ഒരു 2.5 to 3 മണിക്കൂർ അതിന്റെ ഉള്ളിൽ നമ്മൾ വിറ്റ് തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ എത്തി കഴിയുമ്പോൾ ഞങ്ങൾക്ക് തോന്നി കുറച്ചും കൂടി കൊണ്ടുവരാം എന്നുള്ളത്. കാരണം ഇത് നല്ല രസമാണ്. അവർ വരുന്നു, വാങ്ങുന്നു, അവർ കഴിക്കുന്നു, നമ്മളോട് അപ്പം തന്നെ ഫീഡ്ബാക്ക് പറയുന്നു, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നു. സോ ഇതെല്ലാം നമുക്ക് ഭയങ്കര എന്താ പറയുക, ഡോപ്പമിൻ ഹൈപ്പ് കിട്ടുന്ന കാര്യങ്ങളാണല്ലോ. അതുമാത്രമല്ല നമ്മുടെ പ്രസന്റേഷൻ നല്ലതായിരുന്നു എന്നുള്ള പല ഫീഡ്ബാക്കുകൾ നമുക്ക് കിട്ടിയിട്ടോ. ഈ പാത്രങ്ങളെല്ലാതും ഞാൻ സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചതാണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു ദിവസം ഓഫീസിൽ നിന്ന് പോരുന്ന വഴിക്ക് ഇങ്ങനെ പല പല സ്ഥലങ്ങളിൽ മാറി കയറി ഈ പാത്രങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ട് വന്നതാണ് കേട്ടോ. പക്ഷെ അതെല്ലാം എന്തായാലും മുതലായി. ഓക്കെ, കച്ചവടം കഴിഞ്ഞിട്ട് നിനക്ക് എന്ത് തോന്നുന്നു? ഡച്ചില് വന്ന് കച്ചവടം ചെയ്തിട്ട് നാട്ടിലെ തൃശ്ശൂര് എന്തെന്നാ കച്ചവടക്കാരന് എന്ത് തോന്നുന്നു? കോമ്പറ്റീഷൻ വളരെ കുറവാണ്. ഓക്കെ, പിന്നെ നമ്മളിങ്ങനെ എന്താ പറയാ, നമ്മുടെ ഒരു സാധനം ഉണ്ടെന്ന് പറയുന്നു വേണ്ട, ആൾക്കാർ ഇവിടെ അടുത്തേക്ക് വന്നു കണ്ട് വാങ്ങിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു? അടുത്ത വട്ടം നിങ്ങൾക്ക് കിങ്സ്റ്റേക്ക് കച്ചവടം നടത്തുന്നുണ്ടാ? കച്ചവടം ചെയ്താലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിങ്സ്റ്റേ ആഘോഷിക്കാൻ പറ്റില്ല. ഇനി വേണം നമുക്കിനെ ആഘോഷിക്കാൻ. യെസ്, എന്നാലും ഇതൊരു വേറെ തരം ഒരു ഫണ്ണാണ് ശരിക്കും. നമ്മള് വേറെ രാജ്യത്ത് വന്ന് കച്ചവടം ചെയ്യണോണ്ട് ഒരു ഫണ്ണുണ്ട് അല്ലേ? ലാഭമുണ്ട്, ലാഭമുണ്ട്, നല്ല ലാഭമുണ്ട്. ലാഭമില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം സാധനങ്ങൾ കുറയ്ക്കണം. അതായത് ഐറ്റംസ്, കുറെ ഐറ്റംസ് ഒന്നും വേണ്ട. ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചു വന്നത് ഓണിയൻ ബജ്ജി ആയിരുന്നു. ഉള്ളിവട, ഓണിയൻ ബജ്ജി അല്ല, ഉള്ളിവട, ഉള്ളി പക്കോവടയായിരുന്നു ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അതായത് അപ്പൊ അതായിരുന്നു ആൾക്കാർ കൂടുതൽ ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അതെ, അങ്ങനെ ഞങ്ങള് കുറെ അധികം പാഠങ്ങൾ ഈ ഒറ്റ ഇതിൽ നിന്ന് പഠിച്ചു. പാല് വേണം, യെസ്, അത് നമ്മൾ അതായത് നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ഡച്ചുകാര് വന്നു. പക്ഷെ അവർ ചോദിച്ചു മിൽക്കാണ് ചോദിച്ചത്. അതെ, മിൽക്ക് പരിചയമുള്ളൂ. അത് കാരണം കൊണ്ട് അവർക്ക് അത് റിസ്ക് എടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ കെട്ടും എല്ലാം പൂട്ടി നമ്മൾ ഏകദേശം പോവാനായിട്ട് ഇരിക്കുകയാണ്. വന്നപ്പോഴത്തെ ഉഷാറൊന്നും ആർക്കും ഇല്ല. നിന്ന് കാലൊക്കെ നല്ല വേദനയൊക്കെ ആയിട്ടുണ്ട്. ഞാൻ ഇപ്പോഴാണൊന്നും ഇരുന്നത് കേട്ടോ. അങ്ങനെ ഉണ്ണി വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. ഈ ഗെയിംസ്റ്റേയിൽ ഞങ്ങൾ ഏറ്റവും അധികം കഷ്ടപ്പെട്ടത് ട്രാൻസ്പോർട്ടേഷന്റെ കേസിലായിരുന്നു കേട്ടോ. കാരണം ഈ കണ്ട കാര്യങ്ങൾ മുഴുവൻ നമുക്ക് ക്യാരി ചെയ്യാനുണ്ടായിരുന്നു. അതേപോലെ ട്രാമിലാണെന്നുണ്ടെങ്കിൽ ഭയങ്കര തിക്കും തിരക്കുമായിരുന്നു. സോ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ തിരിച്ചു പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഞാനിപ്പോൾ സൈക്കിളുമ്മയാണ് പോകുന്നത്. അതായത് സൈക്കിളുമ്മയാണ് പോകണേ. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ബസ്സുകളൊക്കെ ഇന്ന് വളരെ ലിമിറ്റഡ് ആണ്. അപ്പം അത് കാണുമ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 1 കിലോമീറ്ററിൻ്റെ അടുത്തോളം ഉണ്ട് നമ്മൾ ബസ് കയറി പോയ സ്ഥലത്തേക്ക്.
അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ കാറ് വീണ്ടും തിരിച്ച് വീട്ടിലിട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മുത്തുണ്ടി സൈക്കിളുമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇപ്പോൾ ഞാൻ സൈക്കിളും കൊണ്ട് നമ്മുടെ കാർ എടുക്കാൻ വേണ്ടി പോവാണ്. കാരണം വേറെ ഒന്നുമല്ല, എല്ലാവരും ബിയർ അടിച്ചിട്ടുണ്ട്. അപ്പം അത് കാരണം കൊണ്ട് നമ്മൾ ട്രാഫിക് നിയമങ്ങൾ പാലിക്കണമല്ലോ. സോ ഞാൻ ഇപ്പോൾ സൈക്കിളും കൊണ്ട് നമ്മുടെ കാർ എടുക്കാൻ വേണ്ടി പോവാണ്. എന്നിട്ട് കാറും കൊണ്ട് അവരെയും കൊണ്ട് നമുക്ക് വീട്ടിലോട്ട് വരാം. അതിനുശേഷം നമ്മൾക്ക് ഹാർലിമിലേക്ക് പോകണം. കാരണം അവർക്ക് അവിടെ അവരുടെ വീട് അവിടെയാണല്ലോ. അപ്പോൾ അവിടുത്തെ മാർക്കറ്റിൽ അവർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് ഗൈസ്. അപ്പം അത് കാരണം കൊണ്ട് നമ്മളിപ്പോൾ അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം അതെ നമ്മൾ അവരെ പിക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ബാക്കിയുള്ള ഒരു സാധനങ്ങൾ ഇറക്കാൻ വേണ്ടി വീട്ടിലോട്ട് പോയിട്ടുണ്ട്. അപ്പം ഇനി നമ്മളിനി എവിടേക്ക് പോകണം? ഹാർലിമിലേക്കല്ലേ പോണേ? അപ്പോൾ അവരവിടെ പോയിട്ട് നമുക്ക് അവരുടെ അവിടെ എന്താണ് നടക്കണമെന്നുള്ളതും കൂടി കണ്ടിട്ട് വരാം കേട്ടോ. അവരവിടെ എത്തിയപ്പിക്കും നമ്മൾ നന്നായിട്ട് ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു. കാരണം രാവിലെ എഴുന്നേറ്റ് നമ്മൾ പണി തുടങ്ങിയതല്ലേ. സോ ഞാൻ വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുത്തില്ല. സോ നമുക്ക് കിട്ടിയ ലാഭം എന്ന് പറയുന്നത് 130 യൂറോയാണ്. അത് കറക്റ്റ് ലാഭമല്ല, കാരണം നമ്മൾ എല്ലാ എക്സ്പെൻസും കാൽക്കുലേറ്റ് ചെയ്തിട്ടല്ല മൈനസ് ചെയ്ത്. എന്നാലും നമുക്ക് അത്രയാണ് ലാഭം കിട്ടിയത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.